വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാനിലേക്ക് ഇതൊരു 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് തണുക്കാനായി മാറ്റി വെച്ചതിന് ശേഷം ഇതൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇത് നമുക്കൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രീതിയിലുള്ള അല്പം വലിയ ഇഞ്ചിയാണ്. ഇതൊരു 6 വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുക. ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കനും ഇതേ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ചോപ്പറില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഒത്തിരി പൊടിഞ്ഞു പോവാതിരുന്നാൽ മതി. ഇനി ചിക്കൻ ചോപ്പ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ വറക്കാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ എടുക്കുക, 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ചോപ്പ് ചെയ്തതാണ്. ഇതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ്, അതുകൂടി ഇട്ട് വഴറ്റിയെടുക്കുക. സവാളയും വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുത്തത് അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. മസാലയ്ക്കുള്ള ഉപ്പ് മതി. ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 5 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതും ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വലിയിച്ചെടുക്കാം. അതിൻ്റെ എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ടാണ്. പൊട്ടറ്റോ നന്നായി ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടുന്ന രീതിക്ക് എത്രയാണോ ആവശ്യം അത്രയും ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ രീതിയിൽ, നമുക്ക് എത്ര വലുപ്പത്തിലാണോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ റൗണ്ടിലും പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഹാർട്ട് ഷേപ്പ് ഞാൻ ഒരു കുക്കി കട്ടർ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇനി ഇത് ഒരു മുട്ട ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നതാണ്, അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ബ്രെഡ് ക്രംസിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ നമുക്ക് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൽ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ബ്രെഡ് ക്രംസ് നമുക്കൊന്ന് അതിൽ നിന്നും കൊട്ടിക്കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാനായി വെച്ചതിന് ശേഷം അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട്ലേറ്റിൻ്റെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഈ രീതിയിൽ തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കട്ട്ലേറ്റാണ് ചിക്കൻ കട്ട്ലേറ്റ്. ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്